പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കുന്ന സ്തുതി. പ്രിയമുള്ളവരെ, കർത്താവിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറച്ച ബോധത്തോടെ മനഃപൂർവ്വം ആസൂത്രിതമായി ചെയ്യുന്ന ദ്രോഹം, ചതി, വഞ്ചന, ഏഷണി ഇവയൊന്നും ഇത് അനുഭവിക്കുന്നവർ അറിഞ്ഞില്ലെങ്കിലും ഒരാൾ അറിയുന്നുണ്ട്. നമ്മുടെ സർവശക്തനായ ദൈവം തമ്പുരാൻ ഇവയൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ മനുഷ്യരെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഏർപ്പെടാറുണ്ട്. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തുള്ള പേരിലോ, നമ്മൾക്ക് ചിലപ്പോൾ കൂടുതൽ ഇഷ്ടമുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയോ സഹോദരങ്ങൾ തമ്മിലോ ഒക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. അതൊരു തെറ്റായിട്ട് തോന്നത്തില്ല. അഥവാ തോന്നിയാൽ തന്നെ ഇതൊന്നും സാരമില്ല, ഇതെല്ലാം ആവശ്യമല്ലേ, അതിലിപ്പോൾ എന്തുവാ കാര്യം എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. ഇത് തന്നെയാണ് ഉൽപ്പത്തി 27-28 അധ്യായത്തിൽ കാണുന്ന ഇസ്ഹാക്കിൻ്റെ ഭാര്യ റബേക്ക എന്ന സ്ത്രീയിലും കാണുന്നത്. അവർ വളരെ വലിയ പ്രേമത്തിലാണ്, സ്നേഹബന്ധത്തിലാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും വലിയ സ്നേഹത്തിലാണ് റബേക്ക. പക്ഷേ ഒരു കാര്യം, തൻ്റെ ഇഷ്ടപ്പെട്ട മകനെ, ഇളയ മകനെ, മൂത്ത മകൻ്റെ അധികാരങ്ങളെല്ലാം തട്ടിയെടുക്കുന്നതിന് വേണ്ടി, അത് സ്ഥിരമാക്കുന്നതിന് വേണ്ടി അനുഗ്രഹങ്ങൾ ഉൾപ്പെടെ, മൂത്ത മകനുള്ള കടിഞ്ഞൂൽപുത്രനുള്ള അനുഗ്രഹങ്ങൾ മുഴുവനും തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെ, അത് ഉൾപ്പെടെ തന്നെ കാട്ടിക്കൂട്ടുന്ന എന്തെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളാണ്. ഒരമ്മയാണ് രണ്ട് മക്കളുള്ളപ്പോൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകന് വേണ്ടി ചെയ്യുന്നത് എന്തെല്ലാം ദ്രോഹങ്ങളാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അപ്പനെ അത് മനസ്സിലാക്കാതിരിക്കാനും കൂടെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. തന്ത്രപൂർവം വളരെ വലിയ സ്നേഹം ഭർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞും കൊണ്ടാണ്. പക്ഷേ യാക്കോബ് അതറിയുന്നുണ്ട്. ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ തോലുമൊക്കെ ധരിച്ചുള്ള ഉടുപ്പുമൊക്കെ ധരിച്ച് അതിൻ്റെ പുറത്ത് ഏസാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളുമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ, അങ്ങനെ ഇത്രയും പാപം ഞാൻ ചെയ്യണോ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ റബേക്ക പറയുന്നുണ്ട്, ഇത് ആവശ്യമാണ്, ചെയ്യണം. അതിൽ പാപമുണ്ടെങ്കിൽ അത് എൻ്റെ മേലായിരിക്കട്ടെ, ഞാൻ സഹിച്ചോളാം ആ ശാപമൊക്കെ. അപ്പൻ എന്നെ അനുഗ്രഹത്തിന് പകരം ശപിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് റബേക്ക പറയുന്നത്, ഞാൻ സഹിച്ചോളാം എന്ന്. ഇതുപോലെ സഹിച്ചോളാം, നമുക്ക് അത് വന്നാൽ ഞാൻ നോക്കിക്കൊള്ളാം, അപ്പോഴ് വരട്ടെ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. യേശുവിനെ ക്രൂശിക്കാനായിട്ട് പീലാത്തോസും വിസമ്മതിച്ചപ്പോൾ അവർക്ക് ഒരു കുറ്റവും കാണുന്നില്ല. പിന്നെ അവരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് അത്രയും പീഡനങ്ങളൊക്കെ ഏൽപ്പിച്ചത്, കഠിനമായ ചാട്ടയടി ദണ്ഡനങ്ങളൊക്കെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാനിത് അവനെ വിട്ടയക്കാൻ ആഗ്രഹിക്കുന്നു, വിട്ടയക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് യഹൂദജനം വന്ന് പറഞ്ഞതെന്താണ്, ആ പ്രമാണികളും മറ്റു ജനങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചും പണം കൊടുത്തുമൊക്കെ പ്രേരിപ്പിച്ചൊക്കെ പറഞ്ഞതാണ്, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ഇരുന്നോട്ടെ, അവനെ ക്രൂശിക്കുക തന്നെ വേണം, അവൻ ഇനി ജീവനോടിരിക്കാൻ പാടില്ല എന്ന്. അത് ഇന്നും അവരുടെ മേൽ ഇന്നും ഉണ്ട്. ഏതെല്ലാം രാജ്യങ്ങളിൽ പോയാലും, അവരെ ഒന്നിച്ചൊരിടത്ത് കൂടിയാലും ആ രാജ്യത്തും ഇന്ന് വരെ അവർക്ക് ആയുധം താഴെ വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ലോകാവസാനം വരെ അങ്ങനെ ആയിരിക്കും. കാരണം അവരുടെ സന്തതികളുടെ മേൽ അവർ ഏറ്റെടുത്തതാണ്, അവർ പറഞ്ഞതാണ്. അപ്പോൾ അനീതിയായിട്ട് ചെയ്യുന്ന പാപം ഇവിടെ റബേക്കായും ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ അനീതിയാണ് ഈ ചെയ്യുന്ന ദ്രോഹം, ചതി, വഞ്ചന, ഏഷണി, തൻ്റെ മൂത്ത മകനോടും പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവിനോടും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക്
നമ്മൾ ചിന്തിക്കുമായിരിക്കും അത് ശിക്ഷയില്ലയോ, ദൈവം അറിയുന്നില്ലേ? ദൈവം അറിയുന്നുണ്ട്. അതിന് തക്കതായ ശിക്ഷ ദൈവം കൊടുക്കുന്നുണ്ട്, ഉറപ്പാണ്. അതാണ് ഈ അധ്യായങ്ങളിൽ കാണുന്നത്. ഞാൻ പൂർവ്വപിതാവായ ഇസ്ഹാക്കിൻ്റെ ഈ പാഠങ്ങളിൽ നിന്നല്ല, ഈ അധ്യായങ്ങളിൽ നിന്നെല്ലാം എടുത്ത് ഒരു അവലോകനം ആ ബൈബിൾ പഠന പരമ്പരയിൽ എല്ലാം നടത്തി. എങ്കിലും അതിൻ്റെ എല്ലാം കൂടെ ചേർത്തൊരു അവലോകനം നടത്തിയിട്ടുണ്ട്. അത് പൂർവ്വപിതാവ് ഇസ്ഹാക്ക് ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ പരാമർശിക്കുന്നത് 2ാം ഭാഗത്തിലാണ്. റെബേക്കായ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ആ വിഷമതകൾ, വേദനകൾ, അവസാനം വേദന കൊണ്ട് നീറി സമാധാനത്തോടെ മരിക്കാൻ പോലും കഴിഞ്ഞില്ല, നീറി മരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ? ഈ ഏഷണി ഇങ്ങനെയുള്ള ശിക്ഷകൾ ബോധപൂർവം ചെയ്തതാണ്. അത് ദൈവം ഒരിക്കലും വിട്ടുകളയത്തില്ല. അത് ദൈവനീതിയാണ്. അത് നമ്മൾക്കായാലും അങ്ങനെ തന്നെയാണ്. അത് ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങളാണ് ദൈവം മുൻപാകെ ആത്മാവിനെതിരായ പാപം അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നതും ബോധപൂർവം ചെയ്യുന്നത്. ഏറ്റവും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ വീഡിയോ പൂർവ്വപിതാവ് ഇസ്ഹാക്ക് 2ാം ഭാഗം, ആ വീഡിയോയിൽ ഇതിനെ വിശദമായിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം. ആ വീഡിയോ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ കാണണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വീണ്ടും ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം സമയമുള്ളപ്പോഴൊക്കെ കാണേണ്ടുന്നതാണ്, കണ്ട് ധ്യാനിക്കേണ്ടതാണ്. അനുഗ്രഹങ്ങളുണ്ടാകും. അത് നമുക്ക് ഒരു മാർഗദർശകമായിട്ടാണ് ബൈബിളിൽ ഈ ഭാഗം ചേർത്തിരിക്കുന്നത്. അത് ഉൽപ്പത്തി 27, 28 അധ്യായങ്ങളാണ്. എൻ്റെ ചാനൽ അറിയാമല്ലോ, യൂട്യൂബിൽ ഇത് റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എല്ലാ ആഴ്ചയിലും 1, 2, 3 വീഡിയോകൾ, ചിലപ്പോൾ 2 വലിയ വീഡിയോയും അരമണിക്കൂർ വീതമുള്ള വീഡിയോയും ഇതുപോലുള്ള ചെറിയ ഷോർട്സും ഉണ്ടായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് അറിയിക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അത് എല്ലാവരും അറിയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.